രാജ്യത്ത് അതിദരിദ്രരില്ലാത്ത ആദ്യ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ച് സർക്കാർ. പ്രത്യേക നിയമസഭാ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയത്. ഇത് പുതുയുഗപ്പിറവിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷ ബഹിഷ്കരണത്തിനിടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ അതിദരിദ്രമുക്ത പ്രഖ്യാപനം. ഈ വർഷത്തെ കേരളപ്പിറവി ദിനം കേരള ജനതക്കാകെ ഒരു പുതുയുഗപ്പിറവിയുടെ ദിനമാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടന പത്രികയിലെ സുപ്രധാന വാഗ്ദാനമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചത്. 2021 അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പദ്ധതി പ്രഖ്യാപിച്ചത്. 2021 മുതൽ ആരംഭിച്ച വിവിധ പ്രക്രിയകളിലൂടെയാണ് 64,006 പേരെ അതിദരിദ്രരായി കണ്ടെത്തിയത്. വിവിധ വകുപ്പുകളെയും കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെയും ഏകീകരിച്ചായിരുന്നു അതിദരിദ്രരെ കണ്ടെത്താനുള്ള പഠനം. വീടില്ലാത്തവർക്ക് ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തിയാണ് വീട് നൽകിയത്. മറ്റ് പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഭക്ഷണവും ആരോഗ്യവും ഉറപ്പുവരുത്തി. ഘട്ടം ഘട്ടമായി ദരിദ്രമുക്തരാക്കിയാണ് 4 വർഷത്തിനിപ്പുറമുള്ള അതിദരിദ്രരില്ലാത്ത കേരളം എന്ന സർക്കാരിന്റെ പ്രഖ്യാപനം. വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് പോകാതിരിക്കാനുള്ള കരുതലുണ്ടാകുമെന്നും മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. മുക്തരായവരിൽ ആരും തിരികെ അതിദാരിദ്ര്യത്തിലേക്ക് വീണുപോകില്ല എന്ന് ഉറപ്പാക്കണം. ഇതിനായുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും. പ്രഖ്യാപനം നടത്താൻ മാത്രമായിരുന്നു കേരളപ്പിറവി ദിനത്തിലെ പ്രത്യേക നിയമസഭാ സമ്മേളനം. പാർലമെന്ററി കാര്യമന്ത്രി എം.ബി. രാജേഷ് മുഖ്യമന്ത്രിക്ക് പ്രഖ്യാപനം നടത്താനുള്ള ഉപക്ഷേപം അവതരിപ്പിച്ചു. പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലായിരുന്നു അതിദരിദ്രമുക്ത കേരളം എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. മീഡിയ 1 തിരുവനന്തപുരം.